ഒരു ദേവാലയം നമുക്ക് ദൈവം തമ്മിൽ തന്നിരിക്കുകയാണ്. നമുക്കിതൊരു പ്രാർത്ഥനാ സങ്കേതമാക്കി മാറ്റണം. ഇവിടെ നമ്മൾ അന്വേഷണത്തോടെ പോകാൻ പറ്റുന്ന ഒരു ഇടമായിട്ട്, ഒരു സങ്കേതമായിട്ട് ഇത് മാറണം. അപ്പൊ ഇതിന് നമുക്ക് എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രദേശവാസികളില് തൊട്ടടുത്ത വീടുകൾ പലതും, ചിലത് മാത്രമേ ഉള്ളൂ. കോൺട്രാക്ടർ ആന്റണി തെക്കങ്കാട്ടിലിന്റെ കഠിനാധ്വാനവും വിശ്രാമവും മറ്റാരും അധികം പറയാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓരോന്നും യഥാസമയം അത് ചെയ്ത് പൂർത്തിയാക്കി അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി കൂടിയെടുത്ത് ചെലവ് വരുന്ന പരീക്ഷയോട് 6 മാസം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ്. അപ്പോ ഒരു പണി ഏറ്റെടുത്താൽ അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ശ്രമിക്കുന്ന ആളാണ്. എല്ലാ സംവിധാനങ്ങളും എല്ലാ അദ്ദേഹത്തിലുണ്ട്. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സംഘത്തിനെയും കുടുംബത്തെയും ഓർക്കുകയും അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ പരിശീലനങ്ങളും പള്ളിയിൽ ഒക്കെ മനോഹരമാക്കാൻ ഒരു ആർട്ടിസ്റ്റ് ലിജീഷ് എന്ന് വിളിക്കുന്ന എഴുതിക്കാരൻ ഇവിടെ വന്ന് അതെല്ലാം ചെയ്തു. ഇത് ചെയ്യാണ്ട് 14 കേന്ദ്രങ്ങൾ, 14 സ്റ്റേഷനുകൾ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 4-5 സ്റ്റേഷനുള്ള ആളുകളുടെ സ്പോൺസറിങ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിന് മുമ്പായി ഈ 14 സ്ഥലങ്ങൾ ക്രമീകരിച്ച് കുറെ മനോഹരമാക്കി ആകർഷകമാക്കി എത്താനുള്ള ശ്രമത്തിനും ആലോചനയുമാണ്. നമുക്കൊരുമിച്ച് നീതിയാൽ അത് നടക്കും എന്നുള്ള സ്വമേധയ കൊണ്ടുവന്ന തരുന്ന കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് വന്ന് ഞാൻ ഇത്ര പറഞ്ഞേക്കാം, ഇത് ചെയ്തേക്കാം. കൊത്തണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. അങ്ങനെ കൊത്തപ്പെട്ട രൂപം വേറൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, അത് കർത്താവിന്റെ മരണത്തിന് മുമ്പുള്ള ഒരു രൂപമായിരിക്കണം. സദാ നമുക്കറിയാതെ കർത്താവ് മരിച്ചെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുകയും അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇതാ മുത്തില്ലാത്ത ഒരേ ഒരു രൂപമാണ്. ഈശോയുടെ മരണത്തിന് മുമ്പ് ഒരു മനമോടെ നാമണി ചേരവേ
പെസഹാനാളിലെ ആത്മാർപ്പണം, കാൽവരി മലയിലെ യാഗാർപ്പണം, സാദരം കൊണ്ടാടും പുണ്യവേള, അനുരഞ്ജനത്തിൻ്റെ ബലിവേദിയിൽ നാഥന്റെ കൽപ്പന നിറവേറ്റുവാൻ ഒരു മനമോടെ നാം അണിചേരവേ. പെസഹാനാളിലെ ആത്മാർപ്പണം, കാൽവരി മലയിലെ യാഗാർപ്പണം, സാദരം കൊണ്ടാടും പുണ്യവേള. എല്ലാവരുടെ മുമ്പ് സംസാരിച്ചിരുന്നു. 1930കളിൽ ധന്യനായ കടലിക്കാട്ട് മത്തായിയച്ചൻ്റെ ആ തലമാണിത്. മാതൃസച്ചൻ്റെയോ ആബേലച്ചൻ്റെയോ ഒക്കെ കുരിശിൻ്റെ വഴിയുടെ ആ ഒരു ക്രമീകരണം ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം സ്വന്തം ആത്മീയതയിൽ വളർത്തിയെടുത്ത ഒരു കുരിശിൻ്റെ വഴിയാണ്. താഴെ നിന്ന് മല കയറി ഇവിടെ വന്ന് 4 ചേട്ടന്മാരുടെ കൂടെ വന്ന് കുരിശു നാട്ടി അങ്ങനെ തുടങ്ങിയ കുരിശിൻ്റെ വഴിയാണിത്. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സർവ്വസ്രായിരിക്കുന്ന ആരാധമായ മനുഷ്യർ അങ്ങ് പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാരഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലം അങ്ങിൽ നിന്ന് അകന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ തിരുസന്നിധിയിൽ അണയുന്നു. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പാപപരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമേ നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സർവ്വമാവുന്നു. പിതാവും പരിശുദ്ധമായ സർവേശ്വരായ എന്നേക്കുക. സർവാധിപനാകർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിർമ്മലമാക്കുകയും അങ്ങയുടെ വിജയത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. സർവാധിപനാകർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവർ ജീവനേദ്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾക്കോട് നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെയും നാഥായ നീക്കുക. പരിപാവനാം സർവേശ, പരിപാവനാം ദയാവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. പരിപാവനാം
ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പരിശുദ്ധനും പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവരും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവിടെ നിന്ന് പുറപ്പെട്ട് പതിവുപോലെ ഒലിവമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവിടുത്തെ അനുഗമിച്ചു. അവിടെ എത്തിയപ്പോൾ ഭൂമിയെ സ്വർഗവുമായി ജനിച്ചെടുക്കാതെ പരിശുദ്ധം വഴി അങ്ങ് വീണ്ടെടുത്ത സഭയെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിന്നവരെല്ലാം അവസാനിപ്പിച്ചതിൽ സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടുകൂടി അങ്ങേക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പത്രോസാകുന്ന വാറമേ ഞങ്ങൾ പ്രതിയർത്തിയിരിക്കുന്ന തിരുസഭ അങ്ങയുടെ ആശയങ്ങൾക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ പവിത്രത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ തീർത്ഥാടന ദേവാലയം കാരുണ്യപൂർവ്വം ആശീർവദിച്ച് പൂർത്തീകരിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാ വിപത്തുകളും രക്ഷിക്കണമേ. ഞങ്ങളുടെ വിശ്വര്യാമേയും മാർത്തമാസ്ലിഹായുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വാഴ്ത്തപ്പെട്ട പുണ്യത്തിന്റെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. എപ്പോഴും എന്നേക്കും. Deus
കന്യാമേരി വിമലാംബേ ദൈവകുമാരനു മാതാവേ രക്ഷകരൂഴി നമ്പികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിവരാമല മാതാവേ കരയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിത്യമഹോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ വിശ്രുതയാം സുരകന്യകയെ പ്രാർത്ഥിക്കണമേ വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിജ്ഞാനത്തിൻ വേദികയെ മാനവോത്സവനായികയെ ദൈവികമാപ്പരിധി സുമതേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലഗന്ധഗോപുരമേ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വാഗ്ദാനത്തിൻ പേടകമേ സ്വർഗ്ഗലോകത്തിൻ ദ്വാരകമേ ഉലകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി രോഗമേന്നവരാരോഗ്യം പകരും കരുണാസാഗരമേ ഭാവിക്കവനീനാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കേടുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തു ജഗത്തിൻ പാലികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി സ്ത്രീകന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കന്യകമാരുടെ രാജ്ഞി വന്ദകനിരയുടെ രാജ്ഞി രത്നാംഗികരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമരോദ്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ശാന്തി ജഗത്തിലുദയം നിത്യവിരാജിതരാഗി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവിടം വിവാഹപ്രവ്യാനിച്ചതിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തി പതിറ്റാണ്ടുകളായിട്ട് പ്രാർത്ഥിച്ച് കപ്പേല പുതുക്കി പണിയേണ്ടതിൻ്റെ ആവശ്യകത ബഹുമാനപ്പെട്ട വടകരേശനോട് സംസാരിച്ചപ്പോൾ ഞാനതേക്കുറിച്ച് കച്ചേരിയിൽ ആലോചിക്കുകയും ഞങ്ങൾ അനുമതി നൽകുകയും ചെയ്തു. വളരെ മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു വലിയ ദേവാലയം തന്നെയാണിത്.
ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്. ബലിഷ്ഠമായ പണികളാണ്. മലബാർ സഭയുടെ ദേവാലയ നിർമ്മിതിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. കിഴക്കേ ഭിത്തിയോട് ചേർത്തുള്ള അൾത്താരയും മധുബഹായും ദേവാലയത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ, മധുബഹായുടെ വിരി, മധുബഹ കിഴക്കേ ഭിത്തിയോട് ചേർത്തുള്ള ബേസ്ഗസാകള്, മനോഹരമായ ബേമായിലും അൾത്താരയിലും സ്ഥാപിച്ചിരിക്കുന്ന മാർത്തോമാ ശ്ലീഹ, നല്ല പ്രവേശന കവാടം, ഇതെല്ലാം നമ്മുടെ ഈ ദേവാലയത്തെ മലബാർ സഭയുടെ പൈതൃകം സംരക്ഷിക്കുന്ന വലിയൊരു പുണ്യകേന്ദ്രമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ധാരാളം പേര് ഇവിടെ, നമ്മുടെ രൂപതക്കാരല്ലാത്തവരും ഇവിടെ പ്രാർത്ഥിക്കാനും പാപമോചനം നേടാനും ഒക്കെ വരും. അപ്പോഴെല്ലാം നമുക്കുള്ള സ്ഥലം വെച്ച് നല്ലതുപോലെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കിയതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ദേവാലയത്തിൻ്റെ മധുബഹായിലെ അൾത്താരയിലെ മൂറോൻ കൊണ്ട് മുദ്രിതമാക്കിയ വാഴ്ത്തിയ ദെപ്പാക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഒരു വലിയ ദേവാലയം ഉദാശ ചെയ്യുന്ന ക്രമം. ഞാൻ നമ്മുടെ തിരുവിതാംകൂറിലെ ചാപ്പലിൽ ദെപ്പാക്കല്ലുകൾ, ഇടവക പള്ളികൾ അല്ലാത്ത ഒരുപാട് അവസരങ്ങൾ, ഇതുപോലുള്ള പള്ളികൾ, മഠങ്ങളിലെ ദേവാലയങ്ങളിൽ, ദേറാകളിലെ പള്ളികൾ, കുരിശ് പള്ളികൾ, മറ്റ് കപ്പേളുകളൊക്കെ വരുമ്പോൾ അവിടെ ആണ്ടുവട്ടത്തിൽ ഏതാനും അവസരത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടി വരുമ്പോൾ ദെപ്പാക്കല്ല് സഭയുടെ പുരാതനമായ കാലം മുതൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നൊരു പാരമ്പര്യമാണ്. നല്ല കല്ലുകൊണ്ട് അല്ലെങ്കിൽ തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു അൾത്താര തന്നെയാണ്. അതിനെ ദൈവശാസ്ത്രപരമായിട്ട് പോർട്ടബിൾ ആൾട്ടർ, എടുത്തുകൊണ്ട് പോകാവുന്ന അൾത്താര എന്നാണ് ഇതിനെ പറയുന്നത്. അത് നമ്മൾ മൂറോൻ കൊണ്ട് ഉദാശയിൽ ഇവിടെ നമ്മുടെ മധുബഹായിലെ അൾത്താരയുടെ നടുവിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ മറ്റു ചെറിയ ക്രമമാണ് ഉപയോഗിച്ചത്. വലിയ ക്രമത്തിൽ ദെപ്പാക്കല്ല് പരിശുദ്ധ മൂറോൻ കൊണ്ട് വാഴ്ത്തി ഉദാശ ചെയ്താണ് അതിവിടെ കുർബാന അർപ്പിക്കുന്നത്. അതിന്മേലാണ്, ആ കല്ലിന്മേൽ കസായും മറ്റ് പോസ്തിയും എല്ലാം വെച്ച് കർത്താവിൻ്റെ തിരുശരീരങ്ങളാക്കി നമ്മൾ പ്രാർത്ഥിച്ച് വാഴ്ത്തി മാറ്റുന്നത് ആ ദെപ്പാക്കല്ലിന്മേലാണ്. അതാണ് ദേവാലയത്തിൻ്റെ പ്രതീകമായിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ ഇത് പണി പൂർത്തിയാക്കി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തായച്ചനുമായിട്ട് വലിയ ബന്ധം ഈ ദേശത്തിനുണ്ട്. തായച്ചൻ്റെ സ്വന്തം വീട് ഇടപ്പാടിയിലുള്ളത്, ജന്മഗ്രഹം നമ്മുടെ സിസ്റ്റേഴ്സ് അവരത് വാങ്ങിച്ച് അവരുടെ വലിയൊരു കേന്ദ്രമാക്കി അതിനെ മാറ്റി. ധാരാളം എസ്എച്ച് സമർപ്പിതർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും മുതൽമുടക്കും അവരുടെ ഒരു കാര്യസ്ഥിതിയും ഇതിൻ്റെ നിർമ്മിതിയിലും ഈ പ്രദേശത്ത് ഈ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിലുമെല്ലാം ഉണ്ട്. അതിന് പിന്നിൽ ധന്യനായ തായച്ചൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും പരിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അടുപ്പവും തിരുഹൃദയത്തോടുള്ള ആഴമായ ഭക്തിയും എല്ലാം ആണ് എന്ന് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷമാണ്. നോമ്പിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചകൾ കുരിശുമരണത്തിൻ്റെ ഓർമ്മ ദിവസമാണ്. ഞായറാഴ്ചകൾ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ദിവസവും. അങ്ങനെ തിരുസഭയിൽ വെള്ളിയാഴ്ച ആചരണവും സർവോപരി ഞായറാഴ്ച ആചരണവും നമ്മൾ കാലവും കാത്ത് പരിപാലിച്ച് വളർത്തിയെടുക്കുന്ന ഒന്നാണ്. നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ പീഡാസകനത്തെക്കുറിച്ചും കർത്താവ് അനുഭവിച്ച വേദനകളെക്കുറിച്ചുമാണ് തുടർച്ചയായിട്ട് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദേവാലയം വ്യാകുല മാതാവിൻ്റെ പേരിലാണ്. മാത്തർ ഡൊളറോസ
സങ്കടങ്ങളുടെ വ്യാകുലതകളുടെ അമ്മ എന്ന ആധ്യാത്മിക ജീവിതത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പേരിലാണ് ഈ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് തീർത്ഥാടന സ്വഭാവമുള്ള ദേവാലയമാണ്. ധാരാളം പേര് ഇവിടെ വന്ന് ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് വിയ സാക്ര കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് ഈ ദേവാലയത്തിലെത്തി ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ഒരു ക്രമത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. സുവിശേഷം ഇന്ന് നമ്മളോട് പറഞ്ഞു, ഈശോ ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കാൻ ആഗ്രഹിച്ചു. നമ്മളും അങ്ങനെയാണ്. നിങ്ങൾ ഒരു കല്ലേറ് ദൂരം മാറി വീടുകളിൽ നിന്ന്, മഠങ്ങളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് എല്ലാം അങ്ങനെ നിൽക്കാൻ ആഗ്രഹിച്ച് ഇവിടെ എത്തിയവരാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്കുള്ള അകലം കുറയ്ക്കുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. അങ്ങനെ എവിടെയായിരിക്കുമ്പോൾ ഈശോയെ നമ്മൾ കൂടുതൽ അടുത്ത് അറിയുന്നു. ഈശോ ശിഷ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നു. പതിവ് പോലെ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പതിവ് പോലെ ഈശോ കെദ്രോൻ തോട് കടന്ന് ഒലിവ് മലയുടെ അടുക്കലേക്ക് പോകുന്ന ഭാഗമാണ്. മൗണ്ട് ഒലീവ്സ് ഇസ്രായേലിൽ പോയിട്ടുള്ള നമ്മൾ പലരും ഇവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. കെദ്രോൻ വാലി കടന്ന് ഈശോ പ്രാർത്ഥിക്കാൻ പോകാറ് പതിവായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവിടേക്ക് കർത്താവ് പതിവ് പോലെ പ്രാർത്ഥിക്കാനായിട്ട് മാറുന്നു. ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടുപോയി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയെങ്കിലും അവരുടെ പക്കൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി ഇരുന്ന് കർത്താവ് ദൈവ പിതാവിനോട് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയ്ക്ക് ദൈവപിതാവുമായിട്ട് കൂടുതൽ അടുപ്പത്തിൽ ഉള്ള വാക്കുകൾ പറയാനും പിതാവിൻ്റെ ആ ഒരു ബന്ധം കൂടുതൽ അടുത്ത് അനുഭവിച്ചറിയാനും സാധിച്ചു. ഈശോയുടെ കല്ലേറ് ദൂരം ശിഷ്യന്മാരിൽ നിന്ന് മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഉറക്കം വന്നു. അവർ ക്ഷീണിതരായിരുന്നു. അവർ ഉറങ്ങാനും മയങ്ങാനും തുടങ്ങി. അവിടെ വന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വാച്ച്ഫുൾ ആയിരിക്കണം, പ്രയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ടെംപ്റ്റേഷൻസിൽ പെടും. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വാച്ച്ഫുൾ ആൻഡ് പ്രയർഫുൾ, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ജാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് വിജിലൻസ് ഉള്ളവരായിട്ട് നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നത്. നിങ്ങളിവിടെ എല്ലാം അകലിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഈ തീർത്ഥാടന പള്ളിയിൽ ഇപ്പോഴുണ്ട്. നിങ്ങളതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒരു കല്ലേറ് ദൂരം മാറി ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനാന്തരീക്ഷത്തിലേക്ക് എത്തി. ഈശോ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ പ്രൈസ് നീലിംഗ് ഡൗൺ, മുട്ടിന്മേൽ വീണ് നിലത്ത് വീണ് പ്രാർത്ഥിക്കുക. വെറുതെ ഒന്ന് വണങ്ങി അല്ലെങ്കിൽ ഒന്ന് നോക്കി നിന്നു, അങ്ങനെയല്ല. മുട്ടിന്മേൽ വീണ് നിലത്ത് വീണ് പ്രാർത്ഥിക്കുക. ഈശോയുടെ പീഡാസനത്തിൻ്റെ ദിവസങ്ങൾ അടുത്തു വരികയായിരുന്നു. ഈശോയ്ക്ക് ഉള്ളിൽ സ്വാഭാവികമായിട്ടും മനുഷ്യപ്രകൃതിക്ക് സഹജമായ വലിയ ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ സുവിശേഷകൻ ആ സംഭവത്തെ വിവരിക്കുന്നത്. ലൂക്കാസ് സുവിശേഷകൻ അവിടെ രണ്ട് പ്രത്യേകമായ വാക്കുകൾ, ഒന്ന് നമ്മൾ കൂട്ടത്തിലായിരിക്കുന്നവര് കിടക്കുന്നതാണ് പാപാവസ്ഥ അല്ലെങ്കിൽ മറ്റ് ടെംപ്റ്റേഷൻസ്, അതിനെ തരണം ചെയ്യാനായിട്ട് തീവ്രമായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ, അതിനെയാണ് ആഗോണിയ, ആഗണി
അഗ്നി വെറും ആംഗ്വിഷ്, ഒരു പേടി, ഭയമല്ല. നമുക്ക് ജയം ഉറപ്പാണെന്ന് ഒരു അത്ലറ്റ് മനസ്സിൽ കാണുകയും എന്നാൽ അതിനുവേണ്ടി തീവ്രമായിട്ട് നല്ല സ്പീഡിൽ ഓടി അധ്വാനിക്കുമ്പോൾ മാത്രം കയ്യിൽ കിട്ടുന്നതുമായ ഒരു എൻഡ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ. ഈശോയ്ക്കറിയാമായിരുന്നു. ഈശോ പറഞ്ഞല്ലോ, എനിക്ക് പ്രയാസമുണ്ട്, വേദനയുണ്ട്, പക്ഷേ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം, പിതാവിൻ്റെ ഹിതം, അത് എൻ്റെ ഹിതമായിട്ട് ഞാൻ ഇവിടെ എടുക്കുകയാണ്. പിതാവിൻ്റെ ഹിതം നിറവേറ്റി വേറൊരു കാര്യം ചെയ്യുകയല്ല, പിതാവിൻ്റെ ഹിതം എൻ്റെ ഹിതമായിട്ട് ഞാൻ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെന്റൽ സ്ട്രഗിളാണ് അഗോണിയ. അത് തീവ്രമായ വേദനയാണ്. അങ്ങനെ വേദന വന്നപ്പോൾ മറ്റാരും മുറിവേൽപ്പിക്കുന്നതിന് മുമ്പ് ഈശോയുടെ വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് പുറത്തു വന്നു. ഈശോയ്ക്ക് മുറിവേൽക്കുന്നതും പീഡനങ്ങൾ കേൾക്കുന്നതും ഒക്കെ അതിനുശേഷമാണ്. പക്ഷേ ഈ ആഗ്നി ഉള്ളിൽ തീവ്രമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് വിയർപ്പ് രക്തമായിട്ട് പുറത്തു വരുന്ന ആ സീനാണ് ഒന്നാം വെള്ളി പീഡാനുഭവത്തിന്റെ വെള്ളിയിൽ പരിശുദ്ധ സഭ വിശ്വാസികളെ ക്ഷണിക്കുന്നതും ആ മുട്ടിന്മേൽ വീണ് നിലത്ത് വീണ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കൂട്ടത്തിൽ കൊണ്ടുപോയ ശിഷ്യന്മാരോട് ഉറങ്ങരുത്, നിങ്ങൾ വാച്ച്ഫുൾ ആയിരിക്കണം, നിങ്ങൾ പ്രയർഫുൾ ആയിരിക്കണം, അല്ലെ നിങ്ങളും ടെംപ്റ്റഡ് ആകും എന്നെല്ലാം പറയുകയും ചെയ്യുന്ന ആ ഒരു രംഗം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ സർവപ്രധാനമായ കാര്യമാണ്. ഈശോയുടെ ജീവിതത്തിലെല്ലാം മലാഹമാരുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് മലാഹമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈശോ ജനിച്ചപ്പോൾ മലാഹമാർ സ്തോത്രഗീതം പാടി, മരുഭൂമിയിൽ ഉപവസിച്ചപ്പോൾ മലാഹമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇവിടെ മരണവേളയിലും നമ്മൾ ആ തിരുവചനം വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മരണവേളയിൽ സ്വർഗത്തിൽ നിന്ന് മലാഹമാർ ദൂതന്മാർ വന്ന് കർത്താവിനെ പരിചരിക്കുന്ന ആ ഒരു കാര്യം കൂടിയാണ്. നമുക്കും കാര്യം നമ്മൾ മറന്നു കളയരുത്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യവും കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആഡം sleeps that Eve may be formed. ആദം ഉറങ്ങിയത് ഹവ്വായെ രൂപപ്പെടുത്താനാണ്. Christ sleeps or dies that the church may be formed. ഈശോ കുരിശിൽ ഉറങ്ങിയത് അല്ലെങ്കിൽ മരിച്ചത് സഭയെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. From the side of the sleeping Adam, Eve is formed. ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വായിക്ക് രൂപം നൽകിയപ്പോൾ from the side of the Christ who sleeps on the cross, the church is formed. ശ്രീവായിൽ ഉറങ്ങിയ മരിച്ച ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് സഭയും രൂപപ്പെട്ടു. ആ രൂപപ്പെടലാണ് രക്തവും ജലവും ഒഴുകിയതും. അത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഏറ്റവും വലിയ സമാനമായിട്ട് എല്ലാവരും വിശ്വാസികൾ എല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾ രക്ഷിച്ചുകാർ എന്നും കൂട്ടത്തിൽ ആത്മാഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണല്ലോ. നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം, പ്രാർത്ഥനയിൽ നമുക്ക് ഉണർവ് ഉള്ളവരായിരിക്കാം. ഈശോയുടെ പീഡാസഹനത്തോട് കൂടുതലായിട്ട് അടുക്കേണ്ട ദിവസങ്ങളാണ് നോമ്പിലെ വെള്ളി. അത് കാൽവരിയിലെ ഈശോയുടെ മരണത്തിൻ്റെ പടിവാതിൽക്കൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. നമുക്കും ഈ നോമ്പുകാലത്ത് ഒരു കല്ലേറ് ദൂരം മാറി എല്ലാത്തിൽ നിന്ന് നമുക്കായിരിക്കാം, കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം. അപ്പോൾ നമുക്ക് വലിയ സന്തോഷവും ആശ്വാസവും എല്ലാം ലഭിക്കും. ഞാൻ പ്രിയപ്പെട്ട വിയാരിസിനെ ദൈവമായി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തയും പഠനവും കഠിനാധ്വാനവും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. ചെന്നിരുന്ന ഇടവകളിലെല്ലാം വളരെയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കവിക്കുന്നതിലും മനോഹരമായ പരീക്ഷകളും എന്തെല്ലാം കാര്യങ്ങൾ അച്ഛൻ ഈ നാടുകളിൽ ഇവിടെ രൂപപ്പെടുത്തി അതിൻ്റെ ഒരു തിരക്കുറിയായിട്ടാണ് നമ്മുടെ ഈ തീർത്ഥാടന പള്ളിയും ഇത്ര മനോഹരമായ രീതിയിൽ നിർമ്മിച്ചത്. അച്ഛനെയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിരന്തരമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ജോലി 24 മണിക്കൂറും
അതിൻ്റെ പുറകെ നടന്ന് പ്രാർത്ഥിച്ച് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വകവയ്ക്കാതെ ദൈവജനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ എല്ലാവർക്കും അയക്കാൻ സാധിക്കുന്നത്. അയൽപക്ക വികാരിമാരൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് ഇന്നോട് ചെറിയ അവകാശവാദമൊക്കെ കാണും. ഇവിടുത്തെ ദിവസങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെയും ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് ആ വിശ്വാസം നല്ലതാണ്. അച്ഛൻ്റെ സാന്നിധ്യവും വിചാരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ഈ കിഴക്കൻ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മലമുകളാണല്ലോ ഇത്. പ്രാർത്ഥനയുടെ ഭവനമാണിത്. അച്ഛന്മാരുടെ സാന്നിധ്യത്തെ ഞാൻ കൃത്യമായി കൊടുക്കുന്നു. സർവോപരി നമ്മുടെ പ്രൊഫസർ ജലസത്തിനാണ് കുർബാന തുടരുന്നത്. അച്ഛൻ്റെ സാന്നിധ്യം ഒന്നും പറയേണ്ടതില്ല. അച്ഛൻ രൂപതയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായ രീതിയിൽ കുർബാന നടത്തിലാണ് അച്ഛനോടുണ്ടാക്കുക. പ്രോവിൻസ് പാലാ പ്രോവിൻസിൽ പാലാ പ്രോവിൻസിൽ അടുത്തത് നമ്മുടെ ആന്റണി കേട്ടിങ്കാട്ട്, നമ്മുടെ ആർക്കിടെക്റ്റും നിർമ്മാതാവും ഒക്കെയാണ്. വരിക്കുമാക്കൽ സണ്ണി ട്രീസ, സണ്ണി വരിക, വരിക്കുമാക്കൽ സണ്ണി അല്ലെങ്കിൽ ട്രീസ വരുമ്പോൾ മകള് ഷെറിൽ മരിയ സണ്ണി അമ്മ പഠിക്കുന്നു. തെരുവിൽ അപ്പച്ചൻ ചേട്ടനെ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? കൊള്ളോമ്പുരയിടം എബിൻ ജോർജ് ഉണ്ടോ?